പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് ചെയ്ത ശുശ്രൂഷ അല്ലായിരുന്നു എലീഷ ചെയ്തത്. ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ടായിരുന്നു. എലീഷ ഏലിയാവിൽ പകർന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക ആഗ്രഹിച്ചത്. അതിനുവേണ്ടി തന്നെ ആഗ്രഹിക്കുകയും ക്ഷമയോട് കാത്തിരിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷമോ അതിനു മുന്നത്തെ വർഷമോ പ്രാപിച്ചത് പോരാ. ഈ വർഷം നമുക്ക് നിൽക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒരു ഫ്രഷ് അനോയിൻറ്റിങ്, പുതിയ അനോയിൻറ്റിങ് മാത്രമല്ല അഭിഷേകത്തിൽ വർധനവ് അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പറയട്ടെ, പ്രാപിച്ചതിൽ തൃപ്തിപ്പെട്ടിരിക്കാതെ പുതിയ അഭിഷേകം, പുതിയ ദൈവകൃപ, ദൈവ സാന്നിധ്യം അധികമായി പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പഴയതിൽ തൃപ്തിപ്പെടല്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതെ, ബാക്കി എല്ലാത്തിലും തൃപ്തി വേണം. പക്ഷേ ദൈവ സാന്നിധ്യത്തിലും ദൈവിക അഭിഷേകത്തിലും ഒരിക്കലും തൃപ്തിപ്പെടരുത്. എന്നും പുതിയത് ആഗ്രഹിക്കുക. ഇന്നും പ്രാർത്ഥിക്കുക, അപ്പ ഇതുവരെ പകർന്നതല്ല, പുതിയത്, ഇരട്ടി പങ്ക്, ഏറ്റവും വലുത്, ഏറ്റവും ഫ്രഷ് അനോയിൻറ്റിങ് അങ്ങൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ നിറയ്ക്കും. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. കഴിഞ്ഞ നാളുകളിൽ പകർന്നതല്ല, പുതിയത്, ഘനമേറിയത്, അങ്ങയുടെ അഭിഷേകം, അവിടുത്തെ തിരു സാന്നിധ്യം, അത് ഞങ്ങൾക്ക് വേണം. ഒത്തിരി വേണം. പുതിയത് വേണം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത് വേണം. ഞങ്ങൾ അതിനായിട്ട് ലോങ് ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പുതിയ അഭിഷേകത്തിനായിട്ടുള്ള ദാഹത്തോടെ കാത്തിരിക്കുക. ഹോളി സ്പിരിറ്റ് നിങ്ങളെ നിറയ്ക്കും. ബ്ലസ് യു.